നമ്മൾ നോക്കാൻ പോകുന്ന നാലാമത്തെ മണ്ഡലമാണ് കൊല്ലമാണ്. കൊല്ലത്തേക്ക് പോകും മുൻപ് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു, ടുഡേസ് ബിഗ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സംസ്ഥാന നേതാവ് ആര് എന്നുള്ളതാണ്. കേരളം പറഞ്ഞ ഉത്തരം അറിയാം. അല്പസമയത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സുരേന്ദ്രൻ, വി മുരളീധരൻ, എം വി ഗോവിന്ദൻ. നമ്മൾ അല്പസമയം മുൻപ് ചെറിയ വാദപ്രതിവാദം നമ്മുടെ പാനലിസ്റ്റുകൾക്കിടയിലൊക്കെ ഉണ്ടായതാണ്. അപ്പോൾ അത് സ്റ്റേറ്റ് വേർഡിലേക്ക് വരുമ്പോൾ ആ കണക്കുകൾക്ക് ഒരു മാറ്റം ഉണ്ടാകുമോ, എന്തെങ്കിലും സൂചനയുണ്ടോ എന്നതിൻ്റെ ഏറ്റവും ക്രൂഷ്ടായ ഒരു മറുപടിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കണം. അപ്പോൾ 3 മണ്ഡലങ്ങൾ പൂർത്തിയാക്കുമ്പോൾ 3-ൽ 2 UDF, ഒരു LDF. നാലാമത്തെ മണ്ഡലം സാക്ഷാൽ കൊല്ലമാണ്. അവിടെ ഇത്തവണത്തെ പ്രധാന ചോദ്യം എന്താണ്? NK പ്രേമചന്ദ്രൻ എന്ന പാർലമെന്ററി അധികാരിയെ തളച്ചിടാൻ, അട്ടിമറിക്കാൻ CPM-ന് കഴിയുമോ എന്ന് തന്നെയാണ് ഒരു തർക്കം അക്കാര്യത്തിലില്ല. സാംസ്കാരിക മുന്നേറ്റങ്ങളുടെ കൊല്ലം, കരുത്തുറ്റ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ കോട്ടകളായ കോട്ടകൊത്തനങ്ങളുള്ള കൊല്ലം, താരപരിവേഷങ്ങൾ മാറ്റിരിക്കുന്ന കൊല്ലം, അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ. ഇക്കുറി കൊല്ലത്തെ കാറ്റുമാറി വീശുമോ? പ്രേമചന്ദ്രന് ഈസി വാക്ക് ഓവർ എന്ന ആദ്യഘട്ടത്തിൽ UDF പറഞ്ഞ പെർസെപ്ഷൻ ഇപ്പോഴുണ്ടോ? ഈസിയാണ് UDF-ന്. 10 ചോദ്യങ്ങൾ, വോട്ടിലേക്ക് നയിക്കുന്ന 10 പ്രധാന ഇൻഡെക്സുകൾ, സൂചകങ്ങൾ വരുന്നു. ശേഖരിച്ച അസംബ്ലി സാമ്പിളുകൾ കൊല്ലം, കുണ്ട്ര, ചവറ, ചാത്തന്നൂരൊക്കെയാണ്. ഓക്കെ, ആദ്യ ചോദ്യം, നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ് എന്ന ചോദ്യത്തിന് വിലക്കയറ്റം എന്ന് പറയുന്നവർ 20.4% ആളുകൾ പറയുകയാണ്. രാഷ്ട്രീയമാണെന്ന് പറയുന്നവർ 17.4%. സ്ഥാനാർത്ഥി മികവ് എന്ന് പറയുന്നത് 24.6%. അത് കൊല്ലത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കണക്കാണ് കേട്ടോ. 24.6 എന്ന് പറയുന്ന ആ കണക്ക്. തൊഴിലില്ലായ്മ നിരക്ക് 2.7% എന്ന് പറയുന്നു. വികസനം എന്ന് പറയുന്നവർ 14.7%. അഴിമതിയും വിവാദങ്ങളും ഞങ്ങളുടെ മനസ്സിലേക്ക് ഇരമ്പി ആർക്കും എന്ന് പറയുന്നത് 2.8%. സിറ്റിംഗ് എംപിയുടെ പ്രവർത്തനം എന്ന് പറയുന്നു 15% ആളുകൾ. മറ്റു വിഷയങ്ങൾ ആണ് ഞങ്ങളെ സ്വാധീനിക്കുക എന്ന് പറയുന്നവർ 2.4%. ഉള്ളൂ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി ആരാണ് എന്ന ചോദ്യത്തിന് അത് കേന്ദ്ര സർക്കാരാണ് എന്ന് പറയുന്നവർ 39.5% ആളുകളാണ്. അതല്ല, സംസ്ഥാന സർക്കാരാണെന്ന് പറയുന്നവർ 32.4%. ഇരുവരും ചേർന്നാണ് ഈ പ്രശ്നങ്ങൾക്ക്, ഈ പുകലിന് കാരണം എന്ന് പറയുന്നവർ 28.1% പറയുമ്പോൾ തന്നെ ഇവിടെയും കൊല്ലത്തേക്ക് വരുമ്പോഴും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം കുറ്റമല്ല, അതിൽ പ്രധാന റോൾ വഹിക്കുന്നത്, പ്രധാന പങ്കുകാരൻ കേന്ദ്രമാണ് എന്ന ബോധ്യത്തിലേക്ക് കൊല്ലത്തെ വോട്ടർമാരും കരുതുന്നു എന്ന് വേണം കരുതാൻ. അത് ചെറുതല്ല. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിലയിരുത്തും മനസ്സിലേക്ക് വരുമോ? ഇല്ല എന്ന് പറയുന്നത് 24.3%. വിലയിരുത്തുമെന്ന് പറയുന്നവരാണ് ഏറ്റവും കൂടുതൽ 75.7%. എന്ന് പറഞ്ഞാൽ പല മണ്ഡലങ്ങളിലും മൃഗീയമായ രീതിയിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ സംസ്ഥാന പ്രവർത്തനം ഞങ്ങൾ നോക്കി തന്നെയാണ് വോട്ട് ചെയ്യുക. പക്ഷേ അത് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് പറയുന്നത് ഈ പറയുന്ന 75.7%-ൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടോ, അതല്ല ഭരണാനുകൂല വികാരമാണോ എന്ന് പോലും ആ കണക്കിൽ നിന്ന് വ്യക്തമല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനത്തെ നോക്കി വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം വലിയ ശതമാനം ഈ സംസ്ഥാനത്തുണ്ട്. നമ്മൾ ഇതുവരെ നോക്കിയ മണ്ഡലങ്ങളിലുണ്ട്, ഇനി അങ്ങോട്ടുള്ള മണ്ഡലങ്ങളുണ്ട് എന്നതിൽ തർക്കമില്ല. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, പൗരത്വ നിയമ ഭേദഗതി നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണോ? സ്വാധീനിക്കുന്ന ഘടകമാണ് എന്ന് പറയുന്നവർ 42.5%. കൊല്ലത്ത് അത് സ്വാധീനിക്കില്ല എന്ന് പറയുന്നവർ 57.3%. കൊല്ലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ വെച്ച് നോക്കിയാൽ, ആ ഡെമോഗ്രഫി എന്ന് വെച്ച് നോക്കിയാൽ ആ കണക്ക് അത്ഭുതപ്പെടുന്നതല്ല. എന്ന് മാത്രമല്ല, സ്വാധീനിക്കുമെന്ന് പറഞ്ഞാൽ 42.7% എന്ന് പറയുന്നത് ഒരു വലിയ കണക്കാണ്. ഒരുപക്ഷെ കൊല്ലത്തിൻ്റെ ഡെമോഗ്രഫി അറിയുന്നവർക്കറിയാം. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്ന ചോദ്യത്തിന് വളരെ മികച്ചതെന്ന് പറയുന്നു 2.3% ആളുകൾ. ശരാശരി എന്ന് പറയുന്നു 28.4% ആളുകൾ. മികച്ചത് എന്ന് പറയുന്നത് 6.5% ഉള്ളൂ. മോശമാണെന്ന് പറയുന്നവർ 34.4%. വളരെ മോശം എന്ന് പറയുന്നവർ 28.4%. എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ വളരെ മോശമാണെന്ന് പറയുകയാണ്. കൊല്ലം കാര്യം ഇതുവരെയുള്ള മണ്ഡലം, എന്തെങ്കിലും കോഴിക്കോട് പോലും 31.1% ആവറേജ് ആണെന്ന് പറഞ്ഞെങ്കിൽ കൊല്ലത്തേക്ക് വരുമ്പോൾ ആവറേജ് എന്ന് പറയുന്നവർ പോലും 28.4% ഉള്ളൂ. ഏറ്റവും കൂടുതൽ മോശം എന്ന് പറയുന്നവരാണ്. അത് ഒരു പൊളിറ്റിക്കൽ ആൻസർ കൂടിയാണ് കേട്ടോ. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ, പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു ബിഗ് എംഫാക്റ്റ് ഗസ് പറയുന്നത് 52.9% ആളുകൾ കരുതുകയാണ് ഇത് വിച്ച് കണ്ടാണ്, ഇത് രാഷ്ട്രീയ വേട്ടയാണ്, ED ഉറപ്പായും കേന്ദ്ര സർക്കാരിൻ്റെ പൊളിറ്റിക്കൽ ടൂളാണ് എന്ന് കരുതുന്നവർ 52.9%. അങ്ങനെയല്ല കേട്ടോ എന്ന് കരുതുന്നവർ 25.3%. അറിയില്ല, ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഞങ്ങൾ പറയാൻ ഇല്ല, നിലപാടുള്ളവരല്ല എന്ന് പറഞ്ഞ് 21.8%. നോക്കൂ, ഇതുവരെ നമ്മൾ കണ്ട എല്ലാ മണ്ഡലങ്ങളും എന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക പ്രശ്നത്തിന് ഉത്തരവാദി കേന്ദ്രമാണോ സംസ്ഥാനമാണോ ചോദ്യത്തിന് പോലും 2 സംസ്ഥാനമാണെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ട ആദ്യം മുതൽ കണ്ട എല്ലാ മണ്ഡലങ്ങളിലും ഈ ചോദ്യം പ്രതിപക്ഷത്തെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്ന ചോദ്യത്തിന് വേട്ടയാടുന്നുണ്ട് എന്ന് തന്നെ വളരെ കൃത്യം. എന്ന് പറഞ്ഞാൽ നാരോ മാർജിൻ അല്ല, വലിയ മാർജിനിൽ വേട്ടയുണ്ട് എന്ന് തന്നെ പറയുകയാണ്. അതിന് കാരണം ഉറപ്പായും അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും അതിനെ തുടർന്ന് ആം ആദ്മി പാർട്ടിയുടെ സമരങ്ങളും അതിൽ കേരളത്തിൽ ചർച്ചയാവുന്നതൊക്കെ ഒരു ഘടകമാകുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിരുദ്ധ രാഷ്ട്രീയം വോട്ടിനെ സ്വാധീനിക്കുമോ? കൊല്ലത്ത് കാറ്റ് മാറി വീശുമോ? 24 ഇലക്ഷൻ അഭിപ്രായ സർവേ. The Election Specialist 24. ഓക്കെ, അപ്പോൾ നമ്മൾ കൊല്ലത്താണ്. കൊല്ലത്തെ 6 ചോദ്യങ്ങൾ പൂർത്തിയാകുമ്പോൾ
ഏതെങ്കിലും തരത്തിൽ ഒരു എന്താണ് കാറ്റുമാറി വീശുന്നതിൻ്റെ സൂചന ആ ഉത്തരത്തിലുണ്ടോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. ഞാൻ പാനലിസ്റ്റിലേക്ക് ഒന്ന് പോകുന്നു. ഇപ്പോൾ ഡിയർ പാനൽ, ഇവിടെ എന്താണ് അവിടെ സ്ഥാനാർത്ഥി മികവ് നോക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്, വികസനം നോക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്, പൗരത്വ ഭേദഗതി സ്വാധീനിക്കുന്നവരുടെ എണ്ണം സ്വാധീനിക്കാത്ത എണ്ണം കൂടുതലെന്ന് പറയുമ്പോൾ പോലും സ്വാധീനിക്കുന്നവരുടെ എണ്ണം ആ ഡെമോഗ്രഫി വെച്ച് അത് വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഒരു ഇടതുപക്ഷ സ്വഭാവം ഈ മറുപടികളിലുണ്ടോ? ഹാഷ്മി, ഒരു കൊല്ലം മണ്ഡലത്തെ സംബന്ധിച്ച് ഏതാണ്ട് അജയ്യനായി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് NK പ്രേമചന്ദ്രൻ എന്ന് പൂർവ്വകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ടാണ് MA ബേബിക്കും KN ബാലഗോപാലിനും ഒക്കെ കഴിയാത്ത ഒരു അത്ഭുതം ഇടത് മുന്നണിക്ക് മുകേഷിലൂടെ നടപ്പാക്കാൻ കഴിയുമോ എന്ന ചോദ്യമൊക്കെ കൊല്ലത്ത് നിലനിൽക്കുന്നത്. നമുക്കറിയാം, കൊല്ലത്ത് ഏറ്റവും അധികം വോട്ടുകളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഒരു വോട്ടറെ സ്വാധീനിക്കുന്ന ഘടകമായി അവർ തന്നെ കണ്ടിട്ടുള്ളത് സ്ഥാനാർത്ഥിയുടെ മികവാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്ഥാനാർത്ഥിയുടെ മികവിന് അനുകൂലമായി നിൽക്കുന്നവരുടെ അഭിപ്രായങ്ങൾ ഇത്തവണയും NK പ്രേമചന്ദ്രനെ തുണയ്ക്കുമോ എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ വളരെ പൊളിറ്റിക്കലായിട്ടാണ് കൊല്ലത്തെ ജനങ്ങൾ ഈ ചോദ്യങ്ങളോടൊക്കെ തന്നെ നമ്മുടെ ഈ 6 ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ബിജുകുമാർ, എന്താണ് കൊല്ലത്ത് സംഭവിക്കുക എന്നത് എത്രത്തോളം ഉദ്വേഗജനകമാണ്? ഗോപി, ഇതിൽ നമ്മൾ ആദ്യത്തെ 6 ചോദ്യങ്ങളുടെ ഉത്തരം പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും വലിയ മാറ്റം ആ മണ്ഡലത്തിൽ മുൻകാല തെരഞ്ഞെടുപ്പുകളെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ കാണാനില്ല എന്നതാണ്. എനിക്ക് അങ്ങനെ സിഗ്നിഫിക്കൻ്റായി എന്തെങ്കിലും ഒന്ന് ആ മണ്ഡലത്തിൽ നടക്കുന്നതായി നമ്മൾ ഉത്തരം തേടിയ ഈ 6 ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോഴില്ല. കേന്ദ്ര സർക്കാരിനെതിരെ ഉള്ള ഒരു ജനവികാരമുണ്ട്. പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് 53% ആളുകൾ അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിന് മറ്റു ചില മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. ശരാശരി പോലും 28.4 ഉള്ളൂ. അതുകൊണ്ട് ആ മട്ടിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും വളരെ സിഗ്നിഫിക്കൻ്റായ ഒരു നീക്കം ആ മണ്ഡലത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ നടക്കുന്നതായി ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിൽ നിന്ന് വായിക്കാൻ പറ്റും. എന്താണ് അഭിപ്രായം? ഈ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 സ്ഥാനാർത്ഥികളെ കുറിച്ച് ഗോപി പറഞ്ഞു. പ്രത്യേകിച്ച് KN ബാലഗോപാൽ കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിരുന്നു, തോറ്റത് ഏതാണ്ട് 1.5 ലക്ഷത്തോളം വോട്ടിനാണ്. അതിനു മുമ്പ് MA ബേബി സ്ഥാനാർത്ഥിയായിരുന്ന സമയത്ത് അറിയാം പിണറായി വിജയന്റെ പരനാറി പ്രയോഗം വന്നതും അത് ദോഷമായി ഭവിച്ചതൊക്കെ നമുക്കറിയാം. എന്തായാലും ഓരോ സമയം ചെല്ലും തോറും RSPയുടെ നേതാവാണെങ്കിലും അവിടെ കൊല്ലത്തിന്റെ ഒരു ജനകീയ നേതാവായിട്ട് പ്രേമചന്ദ്രൻ മാറിയിരിക്കുകയാണ്. അതായത് വോട്ടുകൾ എന്നുള്ളതല്ല, അതിനപ്പുറത്തുള്ള വോട്ടുകളിലൂടെയാണ് പ്രേമചന്ദ്രന് UDF വോട്ട് മാത്രമല്ല, അദ്ദേഹത്തിന് LDFിലേക്കും നുഴഞ്ഞു കയറാൻ കഴിയുന്നുണ്ട്. RSP നേരത്തെ ഇടതുപക്ഷത്തിന്റെ BJPയിലേക്ക് നുഴഞ്ഞു കയറിയതായി ആരോപണമുണ്ട്. അല്ല, അതിലേക്ക് വരാം. മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് വിരുന്നിൽ പങ്കെടുത്തത് NDA പോലും അവിടെ പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയമാക്കുന്നത്. NDA പ്രതിപക്ഷം പോലും നരേന്ദ്രമോദി അംഗീകരിക്കുന്നു. വേറെ കാര്യം പറയുന്നത്, MA ബേബിയും KN ബാലഗോപാലും പൊളിറ്റിക്കലി സ്ട്രോങ് CPMന്റെ കാൻഡിഡേറ്റ്സ് ആണ്. പക്ഷെ ഇത്തവണ ഒരു തന്ത്രം മാറ്റിപ്പായിട്ടിരിക്കുന്നു. അല്പം കൂടി സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള MLA ആയിട്ടുള്ള മുകേഷിനെ ഇറക്കിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം കുറയ്ക്കാൻ മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വം ഉപകരിക്കും. പക്ഷേ പ്രേമചന്ദ്രനെ അടിതെറ്റിക്കാനുള്ള കഴിവ് ഞാൻ അതിനിടയിൽ ഒരു കമന്റ് പറഞ്ഞോട്ടെ. അതായത് പ്രേമേന്ദ്രനെ സംബന്ധിച്ച് ഇപ്പോൾ ബാബറി മസ്ജിദ് പോലെയുള്ള പ്രശ്നങ്ങളിൽ പ്രേമേന്ദ്രൻ എടുത്തിട്ടുള്ള മതേതര നിലപാടുമൊക്കെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളൊക്കെ അനുകൂലമായി മാറാൻ സഹായകരമായിട്ടുണ്ട്. പക്ഷേ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത NK പ്രേമചന്ദ്രൻ ന്യൂനപക്ഷ വോട്ടുകൾ എത്ര കിട്ടുമെന്ന ചോദ്യം കൊല്ലത്തുയരുമോ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ആ ചോദ്യത്തിന് ഉത്തരം എന്തെന്നുള്ളതാണ്. കാരണം ആ ചോദ്യം വളരെ നിരന്തരമായി അവിടെ ഉയർത്തി കൊണ്ടുവരുന്നുണ്ട്. ആ ചോദ്യം ആ നിലയിൽ ആ മണ്ഡലത്തിൽ ചർച്ചയാകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഗോപി, അത് ചെറിയ തോതിലൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് എന്തായാലും പ്രേമചന്ദ്രൻ ജയിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുകേഷ് നല്ല രീതിയിലുള്ള ഒരു പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ CPM ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വിജയിച്ചാൽ ഭൂരിപക്ഷം കുറയും, തോൽപ്പിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ബാക്കി ചോദ്യങ്ങൾ കൂടി നോക്കാം നമുക്ക്. ഓക്കെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ NK പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു വിശാല ഇടതുപക്ഷത്തിന് കോട്ടയം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അവിടെ കന്നേറ്റി പാലം മുതൽ നീണ്ടകര പാലം വരെ RSP അടക്കം എല്ലാം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ചെറുതും വലുതുമായ എല്ലാവിധ ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് ഒരു ഈറ്റിലം എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ്. മാത്രമല്ല പ്രേമചന്ദ്രൻ്റെ ബോർഡിൽ എഴുതുന്നത് സഖാവ് പ്രേമചന്ദ്രൻ എന്ന് തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ മൺവട്ടിയും മൺകോരിയും അടയാളത്തിൽ വോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഇടതുപക്ഷ പ്രവർത്തകരുണ്ട് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം. കേരളത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ആരെന്ന് കൊല്ലംകാരോട് ചോദിക്കുമ്പോൾ പിണറായി വിജയനാണെന്ന് പറയുന്നവർ 48.8%,
അല്ല വി ഡി സതീശനാണെന്ന് പറയുന്നവർ 21.4%, അത് രമേശ് ചെന്നിത്തലാണെന്ന് പറയുന്നവർ 18.7%, കെ സുരേന്ദ്രനാണെന്ന് പറയുന്നവർ 6.8%, വി മുരളീധരനാണെന്ന് പറയുന്നവർ 2.4%, എം വി ഗോവിന്ദനാണ് പാർട്ടി സെക്രട്ടറി ആണെന്ന് പറയുന്നവർ 1.9%. അവിടെയും പിണറായി വിജയൻ തന്നെയാണ്, കൊല്ലത്തും പിണറായി വിജയൻ തന്നെയാണ് അവിടെ ഇഷ്ടപ്പെട്ട നേതാവ് അല്ലെങ്കിൽ പോപ്പുലർ നേതാവ് എന്നതിലെ റേറ്റിംഗ് കൂടുതൽ. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദേശീയ രാഷ്ട്രീയ നേതാവ് ആര് എന്ന ചോദ്യത്തിന് നരേന്ദ്രമോദി എന്ന് പറയുന്നവർ 21.5%, രാഹുൽ ഗാന്ധി എന്ന് പറയുന്നവർ 45.2% ആളുകൾ കൊല്ലത്തുകാർ വിശ്വസിക്കുന്നു രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട നേതാവ് എന്ന് പറയുകയാണ്. സീതാറാം യെച്ചൂരി എന്ന് പറയുന്നവർ 29.1% ആളുകൾ പറയുന്നു. മമതാ ബാനർജിക്ക് അവിടെ 1.6%, മമതാ ദീദി കൊല്ലത്തെ 1.6% ആളുകൾ ദീദിയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അഖിലേഷ് യാദവിന് അവിടെ 0.2% ഉള്ളൂ. എം കെ സ്റ്റാലിൻ 2.4, തലൈവർക്ക് അവിടെ 2.4% എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നതാണ്. നമ്മൾ നോക്കിയ എല്ലാ മണ്ഡലങ്ങളിലും എം കെ സ്റ്റാലിൻ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായി മാറുന്നു എന്ന കൃത്യമായ സൂചന തന്നെയാണ്. ഓക്കെ, 9ാമത്തെ ചോദ്യം, ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ BJPക്ക് വെല്ലുവിളിയാകുമോ എന്ന ചോദ്യത്തിന് വെല്ലുവിളിയാകും എന്ന് പറയുന്നവർ 25.6% ആളുകൾ പറയുന്നു വെല്ലുവിളിയാകും. വെല്ലുവിളിയാകില്ല അല്ലെങ്കിൽ അതൊന്നുമില്ല എന്ന് പറയുന്നവർ 38.4, 38.4%. അതിനേക്കാൾ പ്രധാനം നിലപാടില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ധാരണ അക്കാര്യത്തിലില്ല, എന്തും സംഭവിക്കാം എന്ന നിലപാടുള്ളവർ 36% ആളുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി വേണമെങ്കിൽ എമർജ് ചെയ്ത് വന്നേക്കാം എന്ന് കരുതുന്നവർ 36% ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, 10ാമത്തെ ചോദ്യം, രാജ്യം ആര് ഭരിക്കും എന്ന ചോദ്യത്തിന് NDA എന്ന് പറയുന്നവർ 48.4%, അതല്ല ഇന്ത്യ സഖ്യം ഭരിക്കുമെന്ന് പറയുന്നവർ 28.1%, മറ്റുള്ളവർ എന്ന് പറയുന്നവർ 1.1%. നോ കമൻസ്. നേരത്തെ പറഞ്ഞതുപോലെ എന്തും സംഭവിക്കാം, ഒരുപക്ഷെ ഇന്ത്യ എമർജ് ചെയ്ത് വന്നേക്കാം, NDAയുടെ പിന്തുണ ഇടിഞ്ഞേക്കാം എന്ന് കരുതുന്നവർ 22.4% അവിടെയും ഉണ്ട് എന്നാണ്. അതാണ് അപ്പോൾ ആദ്യ 10 ചോദ്യം. ഓക്കെ, കൊല്ലത്തെ കാറ്റിത്തവണ എങ്ങോട്ടേക്ക് വീശുമെന്ന ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ. വിരുദ്ധ രാഷ്ട്രീയം വോട്ടിനെ സ്വാധീനിക്കുമോ? കൊല്ലത്ത് കാറ്റ് മാറി വീശുമോ? 24 ഇലക്ഷൻ അഭിപ്രായ സർവേ. The election specialist 24. കൊല്ലം ഒരു പ്രസ്റ്റീജിയസ് മണ്ഡലമാണെന്ന് പറഞ്ഞാൽ ചില മണ്ഡലങ്ങളിൽ ചില ആൾക്കാരെ തോൽപ്പിക്കുക എന്നുള്ളത് രാഷ്ട്രീയത്തിനപ്പുറം CPM അജണ്ട. അതിപ്പോൾ പല സ്ഥലങ്ങളുണ്ട്, ഞാൻ എല്ലായിടത്തും പറയുന്നില്ല. അത്തരമൊരു മണ്ഡലമാണ് അത്തരമൊരു മണ്ഡലമാണ് കൊല്ലം. അത്തരമൊരു സ്ഥാനത്ത് NK പ്രേമചന്ദ്രൻ വീഴുവോ അവിടെ? NK പ്രേമചന്ദ്രൻ 44.8% ആളുകൾ കരുതുന്നു NK പ്രേമചന്ദ്രൻ UDF അവിടെ വിജയിക്കുമെന്ന് കരുതുന്നു. M മുകേഷ് 41.1% 2ാം സ്ഥാനത്തുണ്ട്, ഒരുപാട് പിന്നിലല്ല. 41.1% LDFിന്റെ സ്ഥാനാർത്ഥി മുകേഷ്, സിറ്റിംഗ് MLA മുകേഷ് 2ാം സ്ഥാനത്ത്. G കൃഷ്ണകുമാർ 13.2% ബഹുദൂരം പിന്നിൽ 3ാം സ്ഥാനത്ത്. മറ്റുള്ളവർ 0.9% എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടി UDFിന്റെ NK പ്രേമചന്ദ്രൻ പാർലമെന്ററി രംഗത്തെ അതികായൻ, അവിടെ 44.8% വോട്ടുകൾ. LDFിന്റെ സ്ഥാനാർത്ഥി M മുകേഷ് 41.1% വോട്ടുകൾ. G കൃഷ്ണകുമാർ 13.2, മറ്റുള്ളവർ 0.9. അപ്പോൾ ഇക്കുറിയും കൊല്ലത്തൊരു മാറ്റമില്ലത്. UDFിന്റെ സീറ്റ് എന്ന് പറയുന്നതിനേക്കാൾ NK പ്രേമചന്ദ്രന്റെ സീറ്റ് എന്ന് പറയൽ തന്നെയാണ് ഉചിതം. കാരണം മുകേഷും കൃഷ്ണകുമാറും റിയൽ താരങ്ങളാണെങ്കിൽ പാർലമെന്ററി ഇടപെടലുകളിലൂടെ താരപരിവേഷം തന്നെയാണ് പ്രേമചന്ദ്രനും എന്ന് പറയുമ്പോൾ തന്നെ 3% കൊല്ലത്തെ സംബന്ധിച്ച് NK പ്രേമചന്ദ്രനെ സംബന്ധിച്ചൊരു കാര്യമായ മുൻതൂക്കമാണോ എന്നൊരു ചോദ്യമുണ്ട്. 18 നാൾ ബാക്കിയുള്ളപ്പോൾ ചിട്ടേട്ട പ്രവർത്തനവുമായി പിണറായി വിജയൻ നേരിട്ടെത്തി പങ്കെടുക്കുന്ന കമ്മിറ്റികളിലൂടെ ഏകോപനം നടക്കുമ്പോൾ 3% മാത്രം മുൻതൂക്കം സേഫ് ആണോ UDFന് എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ കോർ CEO അഖിൽ സുരേഷൊക്കെ തോന്നുന്നു. അഖിൽ, ഇത് കൊല്ലമാണ്. NK പ്രേമചന്ദ്രൻ ഈസി വാക്ക് ഓവർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ഈ 3% ഒരു ശതമാനമാണോ അഖിൽ? വളരെ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കൊല്ലം. നമ്മൾ സർവേക്ക് 6 മാസം മുമ്പൊക്കെ നടത്തിയ നമ്മുടെ മൂഡ് ട്രാക്കർ സർവേയിൽ UDFന് അല്ലെ NK പ്രേമചന്ദ്രന് വലിയ സ്വാധീനം. നമ്മൾ ആ സർവേയിൽ ഏകദേശം 9% മുകളിലാണ് NK പ്രേമചന്ദ്രൻ. എന്നാൽ ഇപ്പോൾ അത് ചുരുങ്ങിയ ഒരു 3.8 എത്തിയിരിക്കുകയാണ്. വളരെ ക്ലോസ് മത്സരമുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഈ NK പ്രേമചന്ദ്രന് ഈ 3.8% ലീഡ് കിട്ടുമ്പോൾ തന്നെ അദ്ദേഹം മുമ്പ് മന്ത്രിയും MLA ഒക്കെ ആയിരുന്ന ചവറയും കൊല്ലം, മുകേഷ് വളരെ ചെറിയ മാർജിനിൽ ജയിച്ച കൊല്ലം, ഒപ്പം PC വിഷ്ണുനാഥ് പ്രതിനിധീകരിക്കുന്ന കുണ്ടറ, ചാത്തന്നൂർ, ഈ 4 മണ്ഡലങ്ങളാണ് നമ്മൾ ഈ സാമ്പിളുകൾ ശേഖരിച്ചിരിക്കുന്നത്. താരതമ്യേന LDFന് വലിയ സ്വാധീനമുള്ള പുനലൂർ, ചടയമംഗലം പോലുള്ള മറ്റ് മണ്ഡലങ്ങൾ കൂടി ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കുറേ കൂടി ഈ സാമ്പിൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, സർവേ നടത്തുമ്പോൾ കൊല്ലത്ത് വളരെ ശക്തമായ മത്സരം മുകേഷിന് നൽകാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ മുൻ വർഷങ്ങളിൽ മത്സരിച്ച MA ബേബിയെക്കാളും KN ബാലഗോപാലിനേക്കാളും മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ് എന്നത് ഈ തെരഞ്ഞെടുപ്പിലെ സാമ്പിൾ സർവേയിലൂടെ നമുക്ക് തോന്നുന്നു. കാരണം വളരെ ക്ലോസ് ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട് മുകേഷിൻ്റെ രീതി. എന്നാൽ NK പ്രേമചന്ദ്രൻ നമുക്ക് ഈ സർവേയിൽ ഒരുപക്ഷെ നമ്മളോട് എത്താത്ത കുറേ പേഴ്സണൽ വോട്ടുകളൊക്കെ അദ്ദേഹത്തിന് കിട്ടുമെന്ന് നമ്മൾ വിലയിരുത്തുന്നുണ്ട്. ഒപ്പം
വളരെ ശക്തമായ മത്സരം കൊല്ലത്ത് ഇരു മുന്നണികൾ തമ്മിൽ നടക്കുന്നു. വളരെ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. എക്സാക്ട് എന്ന് പറഞ്ഞാൽ NK പ്രേമചന്ദ്രന്റെ പകരക്കാരനായ മുകേഷ് വന്നപ്പോൾ മുകേഷ് 8:30 തന്നെ പൊട്ടും എന്ന് പറഞ്ഞ രാഷ്ട്രീയ നിരീക്ഷകരെ ചില ദോഷക ദീർഘകൾ എനിക്കറിയാം. പക്ഷെ അങ്ങനെയല്ല, 8:30 പൊട്ടുന്ന കാൻഡിഡേറ്റ് അല്ല, ഫൈറ്റ് കൊടുക്കുന്ന കാൻഡിഡേറ്റാണ് മുകേഷ് എന്ന് വളരെ വ്യക്തമാകുന്നു കണക്കിൽ. എന്തായാലും കൊല്ലത്തെ സർവേ ഫലം നൽകുന്ന ട്രെൻഡ് എന്താണെന്ന് ചോദ്യം ഞാൻ അനലിസ്റ്റുകളിലേക്ക് പോകും. അതിനു മുൻപ് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു, ഏവരും കാത്തിരിക്കുന്ന ചോദ്യം, ദ ബിഗ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സംസ്ഥാന നേതാവ് ആരെ എന്ന ചോദ്യം. ഉത്തരം അറിയാൻ കാത്തിരിക്കുക. നിമിഷങ്ങൾക്ക് അകം കേരളം പറഞ്ഞ ഉത്തരം അറിയാം. അതിൽ പിണറായി വിജയനാണോ, VD സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ, K സുരേന്ദ്രനാണോ, V മുരളീധരനാണോ, MV ഗോവിന്ദനാണോ, ആർക്കാണ് കൂടുതൽ വോട്ട് എന്നതിൻ്റെ ഉത്തരം അത് സൂചനയാണ്. അപ്പോൾ കൊല്ലത്തിൻ്റെ സർവേ ഫലത്തിൻ്റെ വിലയിരുത്തലിലേക്കാണ്. ഡിയർ പാനൽ, അവിടെ NK പ്രേമചന്ദ്രനും മുകേഷും തമ്മിൽ 3% വ്യത്യാസമാണ്. അവിടെ പിണറായി വിജയൻ നേരിട്ട് പോയി കമ്മിറ്റികൾ കൂടി ഏകോപനം നടത്തുന്നുണ്ട്. അവിടെ CPM സംസ്ഥാന സമിതിയിൽ ഏറ്റവും കുറഞ്ഞ ഒരു 10-ലധികം പേർ ഉള്ള ഒരു ജില്ലയാണ്. കട്ടയ്ക്ക് വർക്ക് നടക്കുമ്പോൾ 3% എന്നത് NK പ്രേമചന്ദ്രന് സമാധാനമായിരിക്കാൻ പറ്റിയൊരു കണക്കാണോ, പ്രത്യേകിച്ച് മുകേഷ് ആകുമ്പോൾ? ഹാഷ്മി, ഇതിനകത്ത് ഇപ്പോൾ NK പ്രേമചന്ദ്രന്റെ മണ്ഡലത്തിലെ സ്വീകാര്യതയ്ക്ക് കാര്യമായി ഇടിവ് തട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ അഭിപ്രായ സർവേ പറയുന്നത്. കാരണം പ്രതികൂലമായ ചില സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് വിരുന്നിൽ പങ്കെടുത്തതൊക്കെ NDAയും ഒരു ഭാഗത്ത് വലിയ പ്രചാരണ ആയുധമാക്കുന്നുണ്ട്. കൃഷ്ണകുമാർ അതൊരു വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാര്യത്തിൽ LDF ഈ കാര്യത്തിൽ NK പ്രേമചന്ദ്രൻ വിശ്വസിക്കാൻ കൊള്ളില്ല, അദ്ദേഹം ഏത് സമയം കാലുമാറാം എന്നൊക്കെയുള്ള പ്രചാരണം കൊണ്ടുവരുന്നത്. പക്ഷേ അതൊക്കെ നിൽക്കുമ്പോഴും NK പ്രേമചന്ദ്രന്റെ സ്വീകാര്യത അവിടെ മണ്ഡലത്തിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, അവിടുത്തെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 എണ്ണവും LDFിന്റെ കയ്യിലാണുള്ളത്, ഒരെണ്ണമാണ് UDFിന്റെ കയ്യിലുള്ളത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു സ്വീകാര്യത NK പ്രേമചന്ദ്രൻ ഇക്കാലം അത്രയും തുടച്ചിട്ടുണ്ട്. അത് തുടരുമെന്നാണ് എനിക്ക് പ്രാഥമികമായി ഇതിൽ നിന്ന് മനസ്സിലായത്. ഇത്തവണ ഞാൻ കരുതുന്നത് മത്സരം കുറെ കൂടി കഠിനമായിരിക്കും. ഈ M മുകേഷിനെ അവിടെ മത്സരിപ്പിക്കാനുള്ള ഇടതുമുന്നണിയുടെ തീരുമാനം ശരിവെക്കുന്നതാണ് അവിടുത്തെ ഈ സാമ്പിൾ നമ്മൾ നടത്തിയ സർവേയിലെ കണ്ടെത്തൽ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. 44.8, 41.1 അങ്ങനെ മറിഞ്ഞുകൂടായികയില്ല. പക്ഷേ എപ്പോഴും പറയാറുള്ളത് കൊല്ലത്തിൻ്റെ പൊതു രാഷ്ട്രീയ സ്വഭാവമായിരിക്കില്ല പ്രേമേന്ദ്രൻ്റെ വോട്ടിങ്ങിൽ നമ്മൾ സാധാരണ കാണാറുള്ളത്. അദ്ദേഹത്തിന് മറ്റ് മേഖലകളിൽ വോട്ട് സമാഹരിക്കാൻ കഴിയും. ഇത്തവണ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് നമ്മൾ ഈ ഘട്ടത്തിലൊന്ന് പറഞ്ഞു പോകാം. BJP സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാർ വന്നത് വൈകിയാണ്. കൃഷ്ണകുമാർ വന്ന ശേഷം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആളില്ല എന്നൊരു പരാതി അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ BJP വോട്ടുകൾ മുഴുവൻ കൃഷ്ണകുമാറിന് കിട്ടുമോ, അതോ അത് എന്ന് പറഞ്ഞാൽ വിജയകുമാർ കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറയുന്നത് മോശമാണ് എന്ന് പറയുമ്പോൾ പോലും ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളത് വ്യക്തിപരമാതെ പറയുമ്പോൾ ഒരു എന്തോ പ്രശ്നമുണ്ട്. എങ്കിൽ കൂടിയും ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ടുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ 70% നായരീഴ വോട്ടുള്ള സ്ഥലമാണ് കൊല്ലം. ബാക്കി കുറേയുള്ളൂ. ആ മണ്ഡലത്തിൽ പോലും BJPക്ക് ഇത്ര വോട്ട് ഇപ്പോൾ മാത്രമല്ല, BJPക്ക് എല്ലാ കാലത്തും അത്ര വോട്ടേ അവിടെ ഉള്ളൂ എന്നുള്ളത് കൂടി ഒരു പെക്യുലാരിറ്റിയാണ് അവിടെ. വിജയകുമാർ, അല്ല, BJPക്ക് ഉള്ള വോട്ട് അപ്പാടെ അവർക്ക് കിട്ടാറില്ലല്ലോ ഹാഷ്മി. ഞാൻ പറഞ്ഞത് BJPക്ക് ഇപ്പോൾ 1 ലക്ഷം വോട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ 1 ലക്ഷം വോട്ടിൽ അത് മുഴുവൻ BJPയിലേക്ക് കിട്ടാതെ അതിലൊരു ഭാഗം പ്രേമേന്ദ്രന്റെ അടുത്തേക്ക് വന്നാൽ അതിൽ നിർണായകമാകില്ലേ? അതിൽ മാത്രമല്ല, കഴിഞ്ഞ തവണ KV സാബു ആയിരുന്നു NDA സ്ഥാനാർത്ഥി. KV സാബു കൊല്ലത്തുള്ള ആളല്ല, അവിടെ ഇറക്കിയ ആളാണ്. എന്നിട്ട് ഒരു 1,03,000 വോട്ടുകൾ KV സാബുവിന് കിട്ടി. അതായത് വേണമെന്ന് വിചാരിച്ചാൽ വോട്ട് സമാഹരിക്കാമെന്ന് BJP പോലും കരുതുന്നുണ്ട് കൊല്ലത്ത്. അതെ, BJPക്ക് 1 ലക്ഷം അധികം വോട്ട് നേരത്തെയും കിട്ടിയിട്ടുണ്ട്. PM വേലായുധൻ എന്ന BJPയുടെ നേതാവ് മത്സരിക്കുമ്പോൾ 1 ലക്ഷം അധികം വോട്ട് 2014 മറ്റും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ BJPയുടെ യഥാർത്ഥ വോട്ട് കൊല്ലത്ത് ഇതുവരെ പോൾ ചെയ്തിട്ടില്ല. ഞാൻ കണക്കാക്കുന്നത് അങ്ങനെയാണ്. ഈ സാധാരണ നമ്മൾ ന്യൂട്ടൺ തിയറി പറയുമല്ലോ, എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളത്. ഇവിടെ ന്യൂനപക്ഷ വോട്ടുകൾ പിടിച്ചെടുക്കാൻ CPM മോദിയുമായിട്ടുള്ള വിരുന്ന് പൊളിറ്റിക്സ് ആക്കുന്നു. സ്വാഭാവികമായിട്ടും മുസ്ലിം അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാവും. പക്ഷെ ഇങ്ങനെ ന്യൂനപക്ഷ വോട്ടുകളെ ചൊല്ലിയുള്ള അടി നടക്കുമ്പോൾ തന്നെ BJPയുമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബന്ധത്തിലൂടെ പറയുന്നത് വഴി ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് കുറച്ച് അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് പ്രേമേന്ദ്രന് കിട്ടാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ. ഒരു കാര്യം ഓർക്കണം, പിണറായി വിജയൻ അതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ പോകുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പ്രശ്നമുണ്ടാവുമെന്ന് പറയുന്നതിൽ ഓപ്പോസിറ്റ് അപ്പുറത്തപ്പോ എപ്പോ ഏതൊരു ഇത് വരുമ്പോഴും ബാലൻസിങ് ആയിട്ടുള്ള വോട്ട് വരും. പ്രേമേന്ദ്രന് എല്ലാ കാലത്തും ഇങ്ങനെ ഈ വോട്ടുകളെല്ലാം കിട്ടിയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ കേഡർ വോട്ടുകളോ അല്ലെങ്കിൽ അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന സർവേകളിൽ
പ്രേമചന്ദ്രൻ തോൽക്കുമെന്നുള്ള സർവേ വന്നിട്ടുണ്ട്. പ്രേമചന്ദ്രന് 1% വ്യത്യാസം. പക്ഷെ വരുമ്പോൾ പ്രേമചന്ദ്രൻ ജയിക്കുന്ന 1.5 ലക്ഷം വോട്ടിനൊക്കെയാണ്. അതിന്റെ അർത്ഥം എന്താണ്? സാധാരണ അഭിപ്രായം പറയാത്ത നിഷ്പക്ഷ വോട്ടർമാരുടെ വലിയൊരു ചങ്ക് ഓഫ് വോട്ട് ഏത് മുന്നണിയിൽ അതല്ല ജെയിംസ് സർക്കാർ ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിൽ പ്രേമചന്ദ്രന് മാർക്കിട്ടാൽ നമ്മൾ എങ്ങനെയാണ് പാർലമെന്റേറിയൻ? അപ്പോൾ ഞാൻ പറഞ്ഞ മണ്ഡലത്തിലെ പ്രകടനത്തിന്റെ കാര്യത്തിലും അദ്ദേഹത്തിന് ആന്റി ഇൻകുംബൻസി ഒന്നും ഉള്ളതായി നമുക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ LDF UDF BJP എന്നതിനപ്പുറത്തേക്ക് വോട്ടുകൾ സമാഹരിക്കാൻ പറ്റും പ്രേമചന്ദ്രൻ എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതാണ് രാഷ്ട്രീയം ബാധിക്കുമോ എന്നുള്ളതാണ് പ്രേമേന്ദ്രനെ സംബന്ധിച്ച ഒരു പ്രശ്നം. അതിൽ ജെയിംസ് സാർ പറഞ്ഞ ഒരു കാര്യം പ്രേമേന്ദ്രനെ വിശ്വസിക്കാൻ കൊള്ളാമോ ഇല്ലയോ എന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും LDF പോസ് ചെയ്യുക. പിന്നെ മുകേഷിന്റെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ്. പക്ഷെ അദ്ദേഹം നിലപാട് എന്താണ്? കൊല്ലത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ ജയിച്ചു വന്നു കഴിഞ്ഞാൽ MP ആരുമായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി വികസനമല്ല കൊല്ലത്തുണ്ടായിട്ടുള്ളത്, എല്ലാം പ്രധാനമന്ത്രിയുടെ വികസനമാണ് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി വികസനം കൊണ്ടുവരുന്നു. അല്ല, വിരുന്നിൽ NK പ്രേമേന്ദ്രനോടൊപ്പം പങ്കെടുത്ത ഒരു MP പിറ്റേ ദിവസം BJP-യിൽ ചേർന്നു എന്ന ഒരു വസ്തുത കൂടി നമ്മുടെ മുന്നിൽ സംഘടന അല്ല എന്ന് പറഞ്ഞു. കൂടെ വിരുന്നിൽ പങ്കെടുത്ത ഒരാൾ പിറ്റേ ദിവസം BJP-യിൽ ചേർന്നു. അത് വസ്തുതയാണല്ലോ. ഓക്കെ ഗോപി, ഈ വിരുന്ന് എന്തായാലും അത് രാഷ്ട്രീയം എന്തായാലും ഒരു മികച്ച പാർലമെന്ററി എന്ന രീതിയിൽ NK പ്രേമചന്ദ്രൻ അംഗീകരിക്കുന്നു. അതിപ്പോൾ ഹാജർ നിലയാവട്ടെ, ചോദ്യങ്ങളാവട്ടെ, ഇടപെട്ട ചർച്ചകളാവട്ടെ, സബ്മിഷൻ ആവട്ടെ, എന്തായിക്കോട്ടെ, അല്ലെങ്കിൽ സ്വകാര്യ ബില്ലാവട്ടെ, എന്തായിക്കോട്ടെ, NK പ്രേമചന്ദ്രൻ ബെസ്റ്റ് ഒരു മോഡൽ പാർലമെന്റിന് എങ്ങനെയാവണം എന്നതിന് ഉത്തരവാകുന്നു. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ റെയിൽവേ വികസനത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ച MP ആര് എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ NK പ്രേമചന്ദ്രൻ എന്ന മറുപടി തന്നെയാകും ഉണ്ടാവുക. അത്രത്തോളം വികസനങ്ങൾ കൊല്ലത്ത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് റെയിൽവേ മേഖലയിൽ എന്ന് പറയുമ്പോൾ പോലും മുകേഷ് അവിടെ ഒരു മോശം കാൻഡിഡേറ്റേ അല്ല, ഒരു ഈസി വാക്ക് ഓവർ കാൻഡിഡേറ്റേ അല്ല. NK പ്രേമചന്ദ്രനും മുകേഷും തമ്മിൽ കൊല്ലത്തൊരു ഫൈറ്റ് നടക്കുന്നുണ്ടെന്ന തർക്കമില്ല.